സ്ത്രീയുടെ ലോകത്തെയും അവരുടെ ഇമോഷൻസിനെയൊക്കെ അതേപടി പകർത്തിയ വർക്കുകൾ വളരെ കുറവാണ്. എന്നാൽ സമീപകാലത്ത് മലയാള സിനിമയിൽ അത്തരത്തിലുള്ള സ്ത്രീ സംബന്ധിയായ വിഷയങ്ങളിൽ ചില സിനിമകൾ കണ്ടിരുന്നു. പക്ഷെ അതിൽ പോലും ചില വിഷയങ്ങൾ പറയാൻ വേണ്ടി ഫോഴ്സ്ഫുൾ ആയിട്ട് പറയുന്ന പോലെ തോന്നിയിരുന്നു. അതിനുള്ള കാരണം കൊമേഴ്ഷ്യലി പ്രോഗ്രസീവായ ചിന്തകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയാണ്. അതിനപ്പുറത്തേക്ക് സ്ത്രീ സംബന്ധിയായ വിഷയങ്ങളെ ആഴത്തിന് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ചില സിനിമകളുടെ ഉദ്ദേശം അതിന്റെ ഉപരിതലത്തിൽ തന്നെ ഒതുങ്ങിപ്പോകുന്നത്. സ്ത്രീ ഒരു ഗ്ലാമർ വസ്തു ആവാത്ത, കൊമേഴ്ഷ്യൽ ഹിറ്റിന്റെ മസാലക്കൂട്ടാവാത്ത ചുരുക്കം ചില സിനിമകളെ ഉള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ഈ രീതിക്ക് പക്ഷെ സാഹിത്യത്തിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. സാഹിത്യം എല്ലാ കാലത്തും അപരിഷ്കൃതമായ സാമൂഹിക മാനദണ്ഡങ്ങളെ പൊളിച്ചെഴുതാനും മറികടക്കാനും നിരന്തരം ശ്രമിക്കുന്നുണ്ട്. ഹെൻറി കിബ്സന്റെ എഡോൾസ് ഹൗസ് എന്ന സാഹിത്യ സൃഷ്ടി ഉൾപ്പെടെ ആർ രാജശ്രീയുടെ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന നോവൽ വരെ അത് പരന്നു കിടക്കുന്നു. അക്കൂട്ടത്തിലേക്ക് DC പുറത്തിറക്കിയ ഹൃദയമേ ഹൃദയമേ എന്ന കഥാസമാഹാരത്തിലെ ഒരു കഥ കൂടെ ചേർക്കാം. പത്മരാജന്റെയും വൈക്കം മുഹമ്മദ് ബഷീറിന്റെയും അശ്വതി ശ്രീകാന്തിന്റെയും തിരഞ്ഞെടുത്ത കഥകളുടെ കൂട്ടത്തിൽ ദീപാ നിശാന്ത് എഴുതിയ സിദ്ധാർത്ഥനും പ്രതിമയും എന്ന ഒരു കഥയുണ്ട്. കഥ തുടങ്ങുന്നത് സിദ്ധാർത്ഥന്റെ മൃതദേഹത്തിനടുത്തിരിക്കുന്ന സീമയുടെ ഓരോ ചിന്തകളിലൂടെയാണ്. സിദ്ധാർത്ഥന്റെ മരണമെന്ന യാഥാർത്ഥ്യത്തിനടുത്തിരിക്കുമ്പോഴും തങ്ങളുടെ കഴിഞ്ഞകാല ജീവിത മുഹൂർത്തങ്ങളിലേക്ക് അറിയാതെ വഴുതി വീഴുകയാണ് സീമ. സിദ്ധാർത്ഥൻ എന്ന ഭർത്താവ്, സിദ്ധാർത്ഥൻ എന്ന പുരുഷൻ നമുക്ക് അത്ര അപരിചിതനാവില്ല. നമ്മുടെ വീട്ടിലോ നമ്മുടെ ബന്ധുവീട്ടിലോ അതോ നമ്മുടെ കൂട്ടുകാരിലോ അല്ല, എല്ലായിടത്തും സിദ്ധാർത്ഥന്മാരുണ്ട്. സീമ എന്ന സ്ത്രീ തന്റെ ഭർത്താവുമൊത്തുള്ള കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ഓർത്തെടുക്കുമ്പോൾ നമ്മൾ വായനക്കാരായ സ്ത്രീകൾക്ക് അവർക്കൊപ്പം ചലിക്കാനാകും. കാരണം അത്രയ്ക്ക് സമാനതകളുണ്ട് നമ്മൾ സ്ത്രീകളുടെ ജീവിതങ്ങൾക്ക്. കഥയുടെ ഒടുവിൽ സിദ്ധാർത്ഥന്റെ നെഞ്ചിലമരുന്ന ഒരു റീത്തുണ്ട്. ആ റീത്ത് സീമയുടെ ബാക്കിയുള്ള സ്വതന്ത്ര ജീവിതത്തിനുള്ള ആശംസാ പൂക്കളാണെന്ന് വെറുതെ കരുതുന്നു. ഒരു ജീവപര്യന്ത കാലത്തിൽ നിന്നുള്ള മോചനമാണ് സീമയ്ക്ക് സിദ്ധാർത്ഥന്റെ മരണം. എത്ര ഉചിതമാണല്ലേ സിദ്ധാർത്ഥനും പ്രതിമയും എന്ന ആ തലക്കെട്ട്.